ഗുമസ്തേ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവ അല്ല, ക്യാരറ്റ് പുഡിങ്. അങ്ങനെ ഞാൻ ക്യാരറ്റ് എടുത്തു. പിന്നെ ഇതിന് അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് എത്ര വേണോ അത്ര തോന്നിയിട്ടോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തൊലി നന്നായിട്ട് കളയട്ടോ. ഓക്കെ, നല്ലവണ്ണം കളഞ്ഞെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ മിക്സിയിൽ അടിച്ചിടാൻ ഒരു വലിയ ഇതില്ലാതിരിക്കും. അങ്ങനെ ഞാൻ നല്ലവണ്ണം അത് കഷ്ണങ്ങളായിട്ടിട്ടോ. ഓക്കെ, കഷ്ണങ്ങളായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതാവാം നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പം ഈസി ആയിട്ട് മിക്സിയിൽ അടിയും കേട്ടോ. അങ്ങനെയാണ് അങ്ങനെ വിചാരിച്ചാൽ ഞാൻ കഷ്ണങ്ങളാക്കുന്നത്. ഇനി ബാക്കിയുള്ള എനിക്ക് അങ്ങനെ അറിയില്ല. ഇത് നമുക്കത് ഗ്യാസ് അടുപ്പിൽ ഇട്ട് വേവിക്കാം കേട്ടോ. നമുക്ക് ഗ്യാസ് മൂടിയിടാൻ വലിയ എനിക്ക് ഇതില്ല, അതുകൊണ്ടാണ് അത്ര ഇത് കളിച്ചത്. അങ്ങനെ അത് വെന്ത് ശേഷം ഒട്ടും വെള്ളമില്ലാതെ ഈ രീതിക്ക് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാൻ ചൈന ഗ്രാസ് പൊതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പൊതിർത്തി വെക്കാൻ മീൻസ് നിങ്ങൾക്ക് എങ്ങനെ നമുക്കറിയില്ല അതെന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്ലാങ്ങിൽ എനിക്കറിയില്ല. അങ്ങനെ അത് ഇതാക്കിയ ശേഷം പാല് തലേ ദിവസം ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് ഒരു കട്ട കാണുന്നത്. അങ്ങനെ ഞാൻ ആ പാല് അങ്ങനെ അടുപ്പിൽ വെച്ചു. പിന്നെ ഇപ്പോൾ സൈഡ് ചൈന ഗ്രാസ് മെൽറ്റാൻ വേണ്ടി വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പാല് തിളച്ച് വന്ന ശേഷം മിൽക്ക് മെയ്ഡ് ഇടുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നല്ലോണം ഇട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് അതിൻ്റെ ഷുഗർ ആഡ് ആക്കുന്നുണ്ട്. ആ വീഡിയോ വീഡിയോ എടുക്കാൻ വിട്ടതാണ്. ഷുഗർ ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ചൈന ഗ്രാസ് ഒരേ ചൂട് വേണം കേട്ടോ, രണ്ടിനും ഒരേ ചൂട്. മറ്റേ പാലിന് നല്ല ചൂടും പിന്നെ ചൈന ഗ്രാസ് ചെറിയ ചൂടാണെങ്കിൽ അത് പിരിഞ്ഞ് പോകട്ടോ. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യും. പിന്നെ നമുക്ക് ഇങ്ങനെ പുഡിങ് കഴിക്കാനുള്ള പാത്രമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വലിയ 2 പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്കാണ് ഇത് സേവ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് വലിയ അങ്ങനെ ഇതിൻ്റെ പാത്രം വാങ്ങേണ്ടി വന്നില്ല ഇതുവരെ. പിന്നെ അങ്ങനെ ഞാൻ 2 പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം എന്തോ ഒരു പാങ്ങില്ലാത്ത പോലെ അങ്ങനെ ഞങ്ങളിടുണ്ടായ ബദാം നല്ലവണ്ണം കട്ട് ചെയ്തിട്ട് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടാ വെച്ചേ. അപ്പം അങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.